ഗജുവണ്ണ, വെള്ളം വളരെ വേഗത്തിൽ ഉയരുകയാണ്. ഈ കുന്നിന് നമ്മളെ അധിക നേരം സംരക്ഷിക്കാനാവില്ല. നമ്മുടെ മൈതാനങ്ങളും വീടുകളുമെല്ലാം വെള്ളത്തിനടിയിലായി. നമ്മൾ ഇനി രക്ഷപ്പെടുമോ? മനോഹരമായ സുന്ദരവനം. കാട്ടിൽ ആ ദിവസം പതിവ് പോലെയുള്ള ഒന്നായിരുന്നില്ല. രാവിലെ മുതൽ ആകാശം മുഴുവൻ കറുത്ത മേഘങ്ങൾ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. പക്ഷികൾ പോലും പേടിച്ച് നിശബ്ദരായി. പെട്ടെന്ന് ഇടിമിന്നലോടെ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ചെറിയ തോടുകൾ വലിയ പുഴകളെ പോലെ കുത്തിയൊഴുകി. കാട്ടിലെ കുഴികളും മാളങ്ങളും കുറ്റിച്ചെടികളുമെല്ലാം വെള്ളത്തിനടിയിലായി. അയ്യോ, എൻ്റെ മാളം മുഴുവൻ വെള്ളം നിറഞ്ഞു. ഇനി ഞാൻ എങ്ങോട്ട് പോകും? എന്നെ രക്ഷിക്കൂ, ഞാൻ വളരെ ചെറുതാണ്. ഈ വെള്ളത്തിൽ ഞാൻ ഒലിച്ചു പോകും. പേടിക്കണ്ട മീക്കു, എന്റെ വാലിൽ പിടിച്ചോളൂ. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഏത് അപകടത്തെയും നേരിടാം. എല്ലാവരും ശ്രദ്ധിക്കൂ. പുഴയിലെ വെള്ളം കാട്ടിലേക്ക് വരികയാണ്. മരങ്ങളും വീഴുന്നുണ്ട്. കാടിന്റെ നടുവിലുള്ള ഉയർന്ന കുന്നിൻ മുകളിൽ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി. അവിടെ ഗജു ആനയും ഭോലു കരടിയും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം പതുക്കെ ആ കുന്നിനെയും വിഴുങ്ങാൻ തുടങ്ങി. ഗജുവണ്ണ, വെള്ളം വളരെ വേഗത്തിൽ ഉയരുകയാണ്. ഈ കുന്നിന് നമ്മളെ അധിക നേരം സംരക്ഷിക്കാനാവില്ല. നമ്മുടെ മൈതാനങ്ങളും വീടുകളുമെല്ലാം വെള്ളത്തിനടിയിലായി. നമ്മൾ ഇനി രക്ഷപ്പെടുമോ? എല്ലാവരും നിശബ്ദരായി തല താഴ്ത്തി നിന്നു. അപ്പോഴാണ് ടുണ്ടുണി ദൂരെ ഒരു വിചിത്രമായ വെളിച്ചം കണ്ടത്. നിൽക്കൂ, അവിടെ നോക്കൂ, ഒരു വലിയ സ്വർണ്ണ വെളിച്ചം കാണുന്നുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ദൂരെ ഒരു കൂറ്റൻ പപ്പായ മരം സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. പക്ഷേ ആ മരത്തിനടുത്തേക്ക് എത്തുക അത്ര എളുപ്പമായിരുന്നില്ല. ഇടയിൽ കരകവിഞ്ഞൊഴുകുന്ന വെള്ളക്കെട്ടുണ്ട്. ഒഴുക്കിന് നല്ല വേഗതയുണ്ടായിരുന്നു. എനിക്കിത് കടക്കാൻ കഴിയില്ല. ഞാനുണ്ടല്ലോ. ഗജു ആന വെള്ളത്തിലിറങ്ങി. തന്റെ വലിയ ശരീരം കൊണ്ട് അവൻ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി. ഞാൻ മുകളിൽ നിന്ന് സുരക്ഷിതമായ വഴി കാണിച്ചു തരാം. എല്ലാവരും പരസ്പരം കൈകോർത്തു പിടിക്കൂ. ആരും കൂട്ടുവിടരുത്. എല്ലാവരും ചേർന്ന് വളരെ ശ്രദ്ധയോടെ ആ പ്രവാഹം മുറിച്ചു കടന്നു. അവർ മരത്തിനടുത്തെത്താറായപ്പോൾ ഒരു വലിയ മരം കാറ്റിലൊടിഞ്ഞ് വഴിക്ക് കുറുകെ വീണു. ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാവരും ഒരു വശത്തേക്ക് മാറി നിൽക്കൂ. ഭോലു കരടി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ മരം പതുക്കെ വഴിയിൽ നിന്ന് മാറ്റി. വാവ്, ഭോലുവണ്ണൻ എത്ര കരുത്തനാണ്. ഒടുവിൽ എല്ലാവരും ആ മരത്തിനടുത്തെത്തി. അതൊരു സാധാരണ മരമായിരുന്നില്ല. അതിൻ്റെ ഇലകൾ കുടകളെ പോലെ വലുതായിരുന്നു. പപ്പായകൾ സ്വർണം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയും അത്ഭുതകരമായ ഒരു മരം ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. അപ്പോൾ ആ മരം സംസാരിച്ചു. എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ, പേടിക്കണ്ട. അയ്യോ, മരം സംസാരിക്കുന്നു. ഞാൻ ഈ കാടിൻ്റെ കാവൽക്കാരനാണ്. നിങ്ങൾ പരസ്പരം സഹായിച്ചുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ നേരത്തെ കാണുന്നുണ്ടായിരുന്നോ? അതെ, പക്ഷെ എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. എന്ത്? ഒരാപത്ത് വരുമ്പോൾ നിങ്ങൾ പരസ്പരം ഉപേക്ഷിച്ചോടി പോകുമോ, അതോ ഒത്തൊരുമയോടെ നിൽക്കുമോ? ഇന്ന് നിങ്ങൾ ഈ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. പെട്ടെന്ന് മരത്തിന്റെ ചില്ലകൾ ആടാൻ തുടങ്ങി. ആകാശം മുഴുവൻ സ്വർണ്ണ വെളിച്ചം പടർന്നു. വലിയ പപ്പായകൾ നിലത്തു വീണു. പക്ഷേ അവ പഴങ്ങളായല്ല, മനോഹരവും കരുത്തുറ്റതുമായ വഞ്ചികളായി മാറി. വലിയ ഇലകൾ കൂറ്റൻ കുടകളായി പരിണമിച്ചു. വാവ്, ഇത് ശരിക്കും ഒരു മാന്ത്രികത തന്നെ. ഈ വഞ്ചികൾ മുങ്ങില്ല. എല്ലാവരും അതിൽ കയറിക്കോളൂ. മൃഗങ്ങളെല്ലാം വഞ്ചികളിൽ കയറി. രാത്രി മുഴുവൻ മഴ പെയ്തു. കനത്ത കാറ്റും ഇടിമിന്നലുമുണ്ടായി. ഇടയ്ക്ക് ഒരു വഞ്ചി ശക്തമായ ഒഴുക്കിൽപ്പെട്ടു. ഞങ്ങൾ ഒഴുകിപ്പോകുകയാണ്. പേടിക്കേണ്ട. ഗജു ആന തന്റെ വവഞ്ചിയുമായി ചെന്ന് ആ വഞ്ചിയെ സുരക്ഷിതമായി വലിച്ചെടുത്തു. നമ്മൾ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു തിരമാലയ്ക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു. മഴ നിന്നു.
വെള്ളമിറങ്ങിത്തുടങ്ങി. എല്ലാവരും സുരക്ഷിതമായി കരയ്ക്ക് കടത്തു. അപ്പോഴാണ് മറ്റൊരു അത്ഭുതം നടന്നത്. വഞ്ചികളെല്ലാം വീണ്ടും പപ്പായ പഴങ്ങളായി മാറി. ഇതുവരെയുള്ള നമ്മുടെ യാത്ര മുഴുവൻ പപ്പായയുടെ പുറത്തായിരുന്നോ? ഇപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചിരിക്കുന്നു. അതെന്താണ് പപ്പായന? മാന്ത്രികത വഞ്ചികളിലായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അതെവിടെയായിരുന്നു? ആ മാന്ത്രികത നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്. ഗജുവിൻ്റെ ധൈര്യത്തിലും സോനയുടെ സ്നേഹത്തിലും ടുണ്ടുണിയുടെ ബുദ്ധിയിലും ഭോലുവിൻ്റെ കരുത്തിലും ചീക്കുവിൻ്റെ പ്രതീക്ഷയിലും മീക്കുവിൻ്റെ വിശ്വാസത്തിലുമാണ് ആ മന്ത്രവാദം കാണുന്നത്. നിങ്ങൾ പരസ്പരം താങ്ങായി നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായി മാറുന്നു. അതിനുശേഷം മൃഗങ്ങൾ തങ്ങളുടെ വീടുകൾ വീണ്ടും പണിതു എന്ന് മാത്രമല്ല, ഉയർന്ന സ്ഥലങ്ങളിൽ പുതിയ വീടുകൾ ഒരുക്കി. മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും മഴക്കാലത്തിനു മുൻപേ ഭക്ഷണം ശേഖരിക്കാൻ പഠിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവർ ചെറിയ മൃഗങ്ങളെയും പഠിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് മഴയെ പേടിയില്ല. കാരണം ഒത്തൊരുമയുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും ജയിക്കാമെന്ന് അവർക്കറിയാമായിരുന്നു. അരയാലും പേരാലും പറഞ്ഞത് ശരിയാണ്. എൻ്റെ മുകളിൽ ഇത്രയും നല്ല പഴങ്ങൾ ഉണ്ടാകുന്നതിൽ ഞാൻ ഭാഗ്യവാനാണ്. പഴങ്ങൾ തീരുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നും. അതെ പപ്പായ, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? ചിരിച്ചില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? നോക്കൂ, ആരെങ്കിലും ഇത്ര വലിയ വർത്തമാനം പറയുമോ? കഴിക്കുന്നതിന് മുൻപേ തീർന്നു പോകുന്ന അത്രയും ചെറിയ പഴങ്ങളാണ് നിനക്കുള്ളത്. നോക്കൂ പപ്പായ, നീ ഇങ്ങനെ ഞാവലിൻ്റെ മനം നോവിക്കരുത്. ഞാവൽ പഴം ചെറുതായിരിക്കാം, പക്ഷേ രുചിയിലും ഗുണത്തിലും ഞാവൽ ഒട്ടും പിന്നിലല്ല. അരയാലും പേരാലും നിങ്ങൾ രണ്ടാളും മിണ്ടാതിരിക്കൂ. ഇതുവരെ ആർക്കെങ്കിലും ഒരു പഴം കൊടുത്ത് വിശപ്പടക്കിയിട്ടുണ്ടോ നിങ്ങൾ? വലിയ ഉപദേശങ്ങൾ തരുന്നു. നിങ്ങളെപ്പോലെ പഴങ്ങളില്ലാത്ത മരമാകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഉണങ്ങി വീഴുന്നതാണ്. നിങ്ങൾ മരങ്ങളെന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യരല്ല. സുന്ദർപൂർ എന്നത് വളരെ നിബിഡവും മനോഹരവുമായ ഒരു വനമായിരുന്നു. അവിടെ പക്ഷിമൃഗാദികൾ മാത്രമല്ല, മരങ്ങളും ചെടികളും പോലും ഒത്തൊരുമയോടെയാണ് കഴിഞ്ഞിരുന്നത്. മാവ്, പേരയ്ക്കമരം, പപ്പായ, ഞാവൽ, അരയാൽ, പേരാൽ തുടങ്ങിയ ഒട്ടനവധി മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പപ്പായ മരം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ഈ വനത്തിൽ എന്നെപ്പോലെയുള്ള ഒരു ദുർബലമായ മരത്തിന് സ്ഥാനമില്ല. ഒറ്റയ്ക്ക് കാലം കഴിക്കാൻ ഞാൻ എത്ര ഭാഗ്യദോഷിയാണ്. പപ്പായ മരം അപകർഷതാബോധം നിറഞ്ഞവനായിരുന്നു. ഒരു വശത്ത് മാവ്, ഞാവൽ, പേരയ്ക്ക മരങ്ങൾ തഴച്ചു വളർന്ന് പക്ഷികളുടെ മേളമായി മാറുമ്പോൾ മറുവശത്ത് പപ്പായ മരം മെലിഞ്ഞുണങ്ങി നിൽക്കുകയായിരുന്നു. അതിൽ ഇലകൾ കുറവായിരുന്നു. കുറേ കാലമായി പഴങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷികളൊന്നും അതിൻ്റെ അടുത്തേക്ക് വരാറില്ലായിരുന്നു. അരെ വാ, ഈ പക്ഷി എത്ര മനോഹരമാണ്! കാണാൻ ഈ വനത്തിലുള്ളവളെ പോലെയല്ല. ഇവളെ വിളിച്ച് എൻ്റെ മരത്തിൽ കൂടുണ്ടാക്കാൻ പറയാം. ഇവളുമായി സൗഹൃദത്തിലായാൽ എൻ്റെ ഒറ്റപ്പെടൽ മാറും. റിംജിം പക്ഷി, നിന്റെ ചിറകുകളുടെ നിറം വളരെ മനോഹരമാണ്. നീ മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നീ നിന്റെ കൂടും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാക്കണം. അരെ പപ്പായ, എനിക്ക് മറ്റു പക്ഷികളിൽ നിന്നും മാറി കഴിയാൻ ആഗ്രഹമില്ല. എല്ലാവരുമായി ഒത്തുചേർന്ന് കഴിയാനാണ് എനിക്കിഷ്ടം. ഞാവൽ മരത്തിൽ കൂടുണ്ടാക്കാനാണ് ഞാൻ ദൂരെ വനത്തിൽ നിന്നും പറന്നു വന്നത്. പക്ഷെ നോക്കൂ, മാവിലും ഞാവലിലും അരയാലിലും എത്ര തിരക്കാണ്. നിന്റെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മുകളിൽ ഒരു പക്ഷിയുടെ പോലും വീട്ടില്ല. നിനക്കിവിടെ സുഖമായി താമസിക്കാം. പിന്നെ എന്നെപ്പോലെ ഒരു നല്ല സുഹൃത്തിനെയും കിട്ടില്ലേ? എന്നെ ക്ഷമിക്കൂ പപ്പായ, നിന്റെ ഇലകൾക്ക് തണലില്ല, മരത്തിൽ പഴവുമില്ല. എനിക്കിവിടെ കൂടുണ്ടാക്കാൻ കഴിയില്ല. പപ്പായ മരം റിംജിം എന്ന പക്ഷിയെ വിളിക്കുന്നു. റിംജിം പക്ഷിയുടെ മറുപടി കേട്ട് പപ്പായ മരം നിരാശനായി കരയാൻ തുടങ്ങി. പപ്പായ സങ്കടപ്പെടുന്നത് കണ്ട് മാവ് അവനെ വിളിച്ചു. മാവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പപ്പായ, എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നിടത്തോളം കാലം നിനക്ക് സന്തോഷിക്കാൻ കഴിയില്ല. നീ പപ്പായ മരമാണെന്ന് അംഗീകരിക്കൂ, മാവല്ല.
അതുകൊണ്ട് മാവിനെപ്പോലെ ഉയരവും തണലുമുള്ളതാകാൻ നിനക്ക് കഴിയില്ല. നീ എന്നെ പരിഹസിക്കുകയാണോ? എന്നെ താഴ്ത്തിക്കെട്ടാനാണ് നീ ഇതെല്ലാം പറയുന്നത്? നോക്കൂ പപ്പായ, ശരിയായ സമയം വന്നിട്ടില്ല. സമയം വരുമ്പോൾ നിന്റെ മരത്തിലും വലിയ മധുരമുള്ള പപ്പായകളുണ്ടാകും. പഴം കഴിക്കാൻ വനത്തിലെ എല്ലാ പക്ഷികളും നിന്റെ അടുത്തും വരും. നിന്നോട് സൗഹൃദം കൂടും. അല്പം കാത്തിരിക്കൂ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പപ്പായ മരത്തിൽ നിറയെ പഴങ്ങളുണ്ടായി. സ്വന്തം പഴങ്ങൾ കണ്ട പപ്പായ മരത്തിന് സന്തോഷമടക്കാനായില്ല. ഒപ്പം അവൻ അഹങ്കാരിയാവുകയും ചെയ്തു. ഒരു ദിവസം, അരേ പേരാൽ മുത്തശ്ശ, മഴ തുടങ്ങി. അതോടൊപ്പം എൻ്റെ പഴങ്ങളെല്ലാം തീർന്നു. പഴങ്ങൾ പോയതോടെ എനിക്ക് നല്ല ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നു. അരേ മാവു മരമേ, എന്തിനാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ മുകളിൽ ഇത്രയും രുചിയുള്ള പഴങ്ങളുണ്ടാകുന്നത് നിന്റെ ഭാഗ്യമാണ്. അതിൻ്റെ കൊതിയിലാണ് പക്ഷിമൃഗാദികൾ നിന്റെ അടുത്തേക്ക് വരുന്നത്. പഴങ്ങളില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് എന്നോട് ചോദിക്കൂ. പേരാൽ മുത്തശ്ശൻ പറയുന്നത് ശരിയാണ്. വനത്തിലെ പക്ഷിമൃഗാദികളുടെ വിശപ്പടക്കാൻ എനിക്കൊന്നും നൽകാൻ കഴിയില്ല എന്നതിൽ എനിക്കെന്നും സങ്കടമുണ്ടാകും. നിന്റെ മുകളിൽ ഓരോ വർഷവും വിശപ്പടക്കുന്ന എത്രയോ പഴങ്ങൾ ഉണ്ടാകുന്നു. നീ സന്തോഷിക്കുകയാണ് വേണ്ടത്. അരയാലും പേരാലും പറഞ്ഞത് ശരിയാണ്. എൻ്റെ മുകളിൽ ഇത്രയും നല്ല പഴങ്ങൾ ഉണ്ടാകുന്നതിൽ ഞാൻ ഭാഗ്യവാനാണ്. പഴങ്ങൾ തീരുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നും. ഞാവലിന്റെ വാക്കുകേട്ട് അടുത്ത് തന്നെ അഹങ്കാരത്തോടെ നിന്നിരുന്ന പപ്പായ മരം ഉറക്കെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അതെ പപ്പായ, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? ചിരിച്ചില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? നോക്കൂ, ആരെങ്കിലും ഇത്ര വലിയ വർത്തമാനം പറയുമോ? കഴിക്കുന്നതിന് മുൻപേ തീർന്നു പോകുന്ന അത്രയും ചെറിയ പഴങ്ങളാണ് നിനക്കുള്ളത്. നോക്കൂ പപ്പായ, നീ ഇങ്ങനെ ഞാവലിൻ്റെ മനം നോവിക്കരുത്. ഞാവൽ പഴം ചെറുതായിരിക്കാം, പക്ഷേ രുചിയിലും ഗുണത്തിലും ഞാവൽ ഒട്ടും പിന്നിലല്ല. അരയാലും പേരാലും നിങ്ങൾ രണ്ടാളും മിണ്ടാതിരിക്കൂ. ഇതുവരെ ആർക്കെങ്കിലും ഒരു പഴം കൊടുത്ത് വിശപ്പടക്കിയിട്ടുണ്ടോ നിങ്ങൾ? വലിയ ഉപദേശങ്ങൾ തരുന്നു. നിങ്ങളെപ്പോലെ പഴങ്ങളില്ലാത്ത മരമാകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഉണങ്ങി വീഴുന്നതാണ്. നിങ്ങൾ മരങ്ങളെന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യരല്ല. പപ്പായ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അരയാലിനും പേരാലിനും പഴങ്ങളില്ലായിരിക്കാം, പക്ഷേ അവരുടെ വലിയ കൊമ്പുകളിൽ എത്ര പക്ഷികൾ താമസിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? അവരുടെ തണുത്ത തണൽ പക്ഷികൾക്ക് എത്ര ആശ്വാസമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എല്ലാ പക്ഷികളും പേരാലിന്റെയും അരയാലിന്റെയും പക്ഷം പിടിക്കുന്നത് കണ്ട് പപ്പായ മരത്തിന് ദേഷ്യം വന്നു. ശരി ശരി, പോകൂ. നിങ്ങളെല്ലാവരും ഒരേ കൂട്ടരാണ്. എന്തായാലും നിങ്ങളാരും എൻ്റെ കൂടെ എത്തുകയില്ല. എവിടെ എൻ്റെ വലിയ രസകരമായ പഴങ്ങൾ? എവിടെ നിങ്ങളുടെ ചെറിയ പഴങ്ങൾ? ചെറിയ ആളുകൾ ചെറിയ വർത്തമാനമേ പറയൂ. എനിക്ക് നിങ്ങളുമായി ഒരു താരതമ്യവുമില്ല. പപ്പായ, നീ അഹങ്കാരിയായി മാറി. അഹങ്കാരം കൊണ്ട് നീ എല്ലാവരെയും വേദനിപ്പിക്കുന്നു. എൻ്റെ കയ്യിൽ അഹങ്കരിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ പിന്നെ ഞാൻ അഹങ്കരിക്കുക തന്നെ ചെയ്യും. ഗുണമുള്ളവരൊക്കെ അങ്ങ് അഹങ്കരിച്ചോട്ടെ. വെറുതെ തർക്കിച്ച് എൻ്റെ മൂഡ് മൊത്തം കളഞ്ഞു. ഇത്രയും നല്ല തണുത്ത കാറ്റല്ലേ വീശുന്നത്. ഞാൻ എന്തായാലും സുഖമായിട്ട് ഈ കാറ്റും ആസ്വദിച്ചിരിക്കാൻ പോകുക. മാവുദാദ, പപ്പായെ വിട്ടേക്ക്. എൻ്റെ കാര്യം കേൾക്കൂ. മഴക്കാലം തുടങ്ങി. നിങ്ങളുടെ പഴങ്ങൾ തീർന്നു. ഇനി ഞങ്ങൾ എങ്ങനെ വിശപ്പടക്കും? നിങ്ങളുടെ മാങ്ങയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങളിവിടെ കൂടുണ്ടാക്കിയത്. ചുക് ചുക്, നീ എന്തിനു വിഷമിക്കുന്നു? മാങ്ങ തീർന്നാലെന്താ? എന്നെ നോക്കൂ, മഴ വന്നതോടെ എന്റെ മുകളിൽ നിറയെ പഴങ്ങൾ വന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കാം. പാവൻ ടുക്ടുക്കിന്റെ എന്ത് തെറ്റാ ഇതിലുള്ളത്? ഇത്രയും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു പപ്പായ മരം മുന്നിലുള്ളപ്പോൾ അതിലാണെങ്കിൽ ഇത്ര വലിയ വലിയ പപ്പായകളുമുണ്ടെങ്കിൽ ആ പപ്പായകളുടെ മുന്നിൽ നിന്റെ ഈ കുഞ്ഞൻ പേരയ്ക്കകൾ ആര് ശ്രദ്ധിക്കാനാണ്? നീ അവരെ വിട്ടേക്ക്. നീ എൻ്റെ അടുത്തേക്ക് വരൂ. എന്നിട്ട് സുഖമായി എൻ്റെ പപ്പായകൾ കഴിച്ച്
നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും വിശപ്പടക്കും. നിന്റെ എല്ലാ സംസാരവും ഞാൻ കേട്ട് പപ്പായ. മാവുദാദയോടും പേരാൽ മുത്തച്ഛനോടും നീ സംസാരിച്ച രീതി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ പപ്പായ എനിക്ക് വേണ്ട. ഞാൻ വേറെ എവിടെയെങ്കിലും ആഹാരം കണ്ടെത്തിക്കോളാം. അരെ പോ പോ, നിനക്ക് നിന്റെ മാവു ദാദയോട് വലിയ അഹങ്കാരമല്ലേ? ഈ മാവിലും പേരാലിലും ഞാവലിലും ഒരു പഴം പോലും ബാക്കിയില്ല. ഈ മരങ്ങളെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ എങ്ങനെ വിശപ്പടക്കുമെന്ന് ഞാനും കാണട്ടെ. പപ്പായ മരം അഭിമാനത്തോടെ നിവർന്നു നിന്നു. കുറച്ചു മുൻപ് വരെ പക്ഷികളെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പപ്പായ പഴങ്ങളുണ്ടായതോടെ വനത്തിലെ മരങ്ങളോടോ പക്ഷികളോടോ നേര് ചൊവ്വെ സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത വിധം അഹങ്കാരിയായി മാറി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർത്താതെ മഴ പെയ്യുന്നു. എനിക്ക് ഇര തേടി എവിടെയും പോകാൻ കഴിയുന്നില്ല. പേരയ്ക്കകളും തീരാറായി. മഴ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയില്ല. അരെ ടുക് ടുക്, നീ എന്താണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? നീ ആഹാരം കഴിച്ചോ ഇല്ലയോ? ദാദ്, ഞാനും കഴിച്ചിട്ടില്ല. 2 ദിവസമായി എൻ്റെ കുട്ടികളും ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും വിശക്കുന്നു. പക്ഷേ ഈ കനത്ത മഴയിൽ എവിടെ നിന്ന് ആഹാരം കിട്ടും? ടുക് ടുക്, നീ എന്തിനു വിഷമിക്കുന്നു? പപ്പായ മരത്തിൽ എത്ര വലിയ പഴങ്ങളാണ് തൂങ്ങിക്കിടക്കുന്നത്. ഒരു മരത്തിനും സ്വന്തം പഴം തിന്നാൻ കഴിയില്ല. ഇത് നിങ്ങൾക്കുള്ളതാണ്. നീ പോയി പപ്പായോട് ഒരെണ്ണം ചോദിക്കൂ. മാവുദാദ പറയുന്നത് ശരിയാണ്. പഴയ കാര്യങ്ങൾ മറന്ന് പപ്പായയുടെ അടുത്ത് പോയി ഒരു പഴം ചോദിക്കൂ. എൻ്റെ കൂട്ടിൽ ഇനി 2 ദിവസത്തെ ആഹാരമേയുള്ളൂ. മഴ നിന്നില്ലെങ്കിൽ എനിക്കും പപ്പായയോട് ചോദിക്കുകയല്ലാതെ വേറെ വഴിയുണ്ടാകില്ല. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ടുക്ടു കണ്ണാൻ പപ്പായ മരത്തിന്റെ അടുത്തേക്ക് പോയി. കേൾക്കൂ സഹോദര, നിന്റെ മരം നിറയെ പഴുത്ത പപ്പായകളുണ്ടല്ലോ. നീ എനിക്കൊരു പഴം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ടുക്ടുക്കിന്റെ വാക്ക് കേട്ട് പപ്പായ ഉറക്കെ ചിരിച്ചു. അന്ന് നീ വലിയ വർത്തമാനം പറയുകയായിരുന്നു, നിനക്കെന്നെ ഒരിക്കലും ആവശ്യമുണ്ടാക്കില്ലെന്ന്. ഇപ്പോൾ എൻ്റെ പഴം ചോദിച്ചു വന്നിരിക്കുന്നു. ഇല്ല, ഞാൻ നിനക്ക് പപ്പായ തരില്ല. നിന്റെ മാവു ദാദയോട് എവിടെ നിന്നെങ്കിലും മാങ്ങ കൊണ്ടുവന്ന് വിശപ്പടക്കാൻ പറയൂ. പപ്പായയുടെ കൈപ്പേറിയ വാക്കുകൾ കേട്ട് ടുക്ടുക് കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. നടന്ന കാര്യങ്ങൾ മറ്റു പക്ഷികളോട് പറഞ്ഞു. ഇത് പപ്പായ പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ്. അവൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതെ, ആപത്ത് കാലത്ത് നമ്മളെല്ലാവരും പരസ്പരം സഹായിക്കണം. പപ്പായ ചെയ്യുന്നത് തെറ്റാണ്. നമ്മളും പ്രതിജ്ഞ ചെയ്യുന്നു, എന്തു തന്നെ വന്നാലും ആരും പപ്പായയുടെ പഴം കഴിക്കില്ല. അവന്റെ അഹങ്കാരം എത്ര കാലം നിൽക്കുമെന്ന് കാണട്ടെ. എന്തു തന്നെ വന്നാലും പപ്പായയുടെ പഴം തിന്നില്ലെന്ന് എല്ലാ പക്ഷികളും തീരുമാനിച്ചു. അടുത്ത 3 ദിവസം തുടർച്ചയായി കനത്ത മഴ പെയ്തു. ഭാരമേറിയ പഴങ്ങൾ കാരണം പപ്പായ മരം ഒരു വശത്തേക്ക് ചരിഞ്ഞു. കേക്കു പേരാൽ മുത്തശ്ശ, നിന്റെ മുകളിൽ എത്രയോ പക്ഷികൾ താമസിക്കുന്നുണ്ടല്ലോ. അവരോട് പറഞ്ഞ് എൻ്റെ പഴങ്ങൾ പറിച്ചു മാറ്റൂ, എങ്കിൽ എൻ്റെ ഭാരം കുറയും. ഭാരം കാരണം ഞാൻ ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി. എനിക്കിത് താങ്ങാൻ വയ്യ. എൻ്റെ വേരുകളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. എനിക്കിനി അധിക നേരം നിൽക്കാൻ കഴിയില്ല. ക്ഷമിക്കണം പപ്പായ. വനത്തിലെ ഒരു പക്ഷിയും നിന്റെ മരത്തിലെ പഴം തിന്നാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം ദുഷ്കർമ്മങ്ങളുടെ ഫലം എല്ലാവരും അനുഭവിക്കണം. നിനക്കിപ്പോൾ സംഭവിക്കുന്നത് നിന്റെ തന്നെ പ്രവൃത്തികളുടെ ഫലമാണ്. പപ്പായയെ സഹായിക്കാൻ ഒരു പക്ഷിയും വന്നില്ല. സ്വന്തം പഴങ്ങളുടെ ഭാരം താങ്ങാനാതെ കുറച്ചു സമയത്തിനുള്ളിൽ പപ്പായ മരം മണ്ണിലേക്ക് മറിഞ്ഞു വീണു. കണ്ടോ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് പറയുന്നത് അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കുമെന്ന്. ഏത് പഴങ്ങളെക്കുറിച്ചാണോ പപ്പായ അഹങ്കരിച്ചത്, ഇന്ന് ആ പഴങ്ങളുടെ ഭാരങ്ക കൊണ്ട് തന്നെ അവൻ മണ്ണിൽ ചേർന്നു. വനത്തിലെ എല്ലാ പക്ഷികൾക്കും ഇന്നൊരു വലിയ പാഠം ലഭിച്ചു. അഹങ്കാരം ആരെയും നശിപ്പിക്കാം. അതുകൊണ്ട് എല്ലാവരുമായി ഒത്തൊരുമിച്ച് ജീവിക്കണം. നീ എല്ലാം വൃത്തികേടായിട്ടാണല്ലോ നോക്കുന്നത് കാക്കേ. നീ എന്റെ വീട് മുഴുവനും അശുദ്ധമാക്കി. നീ തന്നെ അതെല്ലാം ശുദ്ധീകരിച്ചോളൂ. എന്റെ ഇവിടത്തെ ജോലി തീർന്നു. പിന്നെ എന്തിന് ഞാനിതെല്ലാം ചെയ്യണം?